ഇറാന്റെ ആക്രമണങ്ങൾ വെല്ലുവിളിയാണെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇറാനിയൻ ഷാഹേദ് ഡ്രോണുകൾ യുഎസിന് ഗുരുതര പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടെന്നും ആക്രമണങ്ങളെ തടുക്കാൻ ബുദ്ധിമുട്ടുകയാണെന്നും യുഎസ് ഉദ്യോഗസ്ഥർ ഒരു യോഗത്തിൽ തുറന്ന് സമ്മതിച്ചതായാണ് വിവരം. അമേരിക്കൻ മാധ്യമമായ CNN ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ നേരിടാൻ ബുദ്ധിമുട്ടുകയാണെന്ന് അമേരിക്കൻ ഭരണകൂടം തുറന്ന് സമ്മതിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. US സർക്കാരിന്റെ നിയമനിർമ്മാണ ശാഖയുടെ കേന്ദ്രമായ ക്യാപിറ്റോൾ ഹില്ലിൽ ചൊവ്വാഴ്ച നടന്ന യോഗത്തിലായിരുന്നു പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും സംയുക്ത സൈനിക മേധാവി ഡാൻ കെയ്നും ഇറാനിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളി തുറന്നു സമ്മതിച്ചത്. ഇറാന്റെ ഡ്രോണുകൾ പ്രതീക്ഷിച്ചതിലും വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇറാന്റെ ഷാഹേദ് ഡ്രോണുകൾ കുറഞ്ഞ വേഗത്തിൽ താഴ്ന്നാണ് പറക്കുന്നത്. ഈ സവിശേഷത കാരണം അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും ഇറാൻ ഡ്രോണുകൾ കബളിപ്പിക്കുന്നുവെന്നും അമേരിക്കൻ നിയമനിർമ്മാതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ US ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി എന്നാണ് CNN റിപ്പോർട്ട്. അതേസമയം വലിയ പ്രശ്നങ്ങളില്ല എന്നും അവയെ നേരിടാൻ ആവശ്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ഗൾഫിലെ സഖ്യരാജ്യങ്ങൾ സജ്ജമാക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. ഇറാനുമായുള്ള യുദ്ധം രൂക്ഷമാവുകയും ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമാവുകയും പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുമെന്ന ഭീഷണിയെ തുടർന്നായിരുന്നു ക്യാപിറ്റോൾ ഹില്ലിൽ നിയമനിർമ്മാതാക്കളുടെ യോഗം ചേർന്നത്. നിലവിൽ ഇറാനേക്കാൾ വ്യോമ മേധാവിത്വം അമേരിക്കയ്ക്കാണ്. എന്നാൽ സൈനികമായി അമേരിക്ക ആധിപത്യം പുലർത്തുന്നുണ്ട് എങ്കിലും സാമ്പത്തികമായി നോക്കുമ്പോൾ കടുത്ത തിരിച്ചടിയാണ് ട്രംപ് ഭരണകൂടം നേരിടുന്നത്. മേഖലയിലുടനീളം ആക്രമണം നടത്താൻ ഇറാൻ വില കുറഞ്ഞ വൺവേ കാമിക്കേസ് ഡ്രോണുകളെയാണ് ആശ്രയിക്കുന്നത്. അതേസമയം US-നാകട്ടെ ഇറാൻ ഡ്രോണുകൾ നേരിടാൻ വലിയ വിലയുള്ള പ്രതിരോധ സംവിധാനങ്ങളെയാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇറാൻ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഡ്രോൺ സംവിധാനങ്ങളിൽ ഒന്നാണ് ത്രികോണാകൃതിയിലുള്ള ഷാഹേദ്. ഏകദേശം 11 അടി നീളമുള്ള ഇവയുടെ വേരിയന്റുകൾക്ക് ഏകദേശം 2500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനും സാധിക്കും. അതുപയോഗിച്ചാണ് നിലവിൽ പശ്ചിമേഷ്യയിൽ ഒട്ടാകെ ഇറാൻ ആക്രമണം നടത്തുന്നത്. വാണിജ്യപരമായി ലഭ്യമായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഷാഹേദ് ഡ്രോണുകൾക്ക് ആകെ വരുന്ന നിർമ്മാണ ചെലവ് $30,000 മുതൽ $50,000 വരെയാണ്. എന്നാൽ അതിനെ നേരിടാൻ അമേരിക്ക ഉപയോഗിക്കുന്ന പാട്രിയോട്ട് മിസൈൽ സംവിധാനങ്ങൾക്ക് ഓരോ ലോഞ്ചിനും $30 ലക്ഷം ചിലവാകുന്നത്. അതുമാത്രമല്ല, ഈ പ്രതിരോധ സംവിധാനങ്ങളുടെ ഉൽപ്പാദനവും വളരെ പരിമിതമാണ്. ഉൽപ്പാദകരായ ലോക്ഹീഡ് മാർട്ടിന്റെ 2025 കണക്കനുസരിച്ച് വെറും 620 എണ്ണം മാത്രമാണ് കഴിഞ്ഞ വർഷം നിർമ്മിക്കാനായത്. അതായത് $50,000 പരമാവധി വില വരുന്ന ഒരു ഡ്രോണിനെ നേരിടാൻ $30 ലക്ഷം വിലയുള്ള വളരെ പരിമിത എണ്ണം മാത്രമുള്ള പ്രതിരോധ സംവിധാനങ്ങളെയാണ് അമേരിക്ക ഓരോ തവണയും പ്രയോഗിക്കുന്നത്. ഇത് അമേരിക്കയ്ക്കുണ്ടാക്കുന്നത് കടുത്ത സാമ്പത്തിക സൈനിക പ്രതിസന്ധിയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇക്കഴിഞ്ഞ ബുധനാഴ്ച നടത്തിയ വിശദീകരണ യോഗത്തിൽ പീറ്റ് ഹെക്സത്ത് തന്നെ ഇക്കാര്യം തുറന്നു സമ്മതിച്ചിരുന്നു. ആക്രമണത്തിനും പ്രതിരോധത്തിനും ആവശ്യമായ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ US-ന്റെ പക്കലുണ്ടെന്ന് സംയുക്ത സൈനിക മേധാവി ഡാൻ കെയ്ൻ പറയുന്നുണ്ടെങ്കിലും അതിന്റെ തോത് എത്രമാത്രമാണെന്ന് പറയാൻ അദ്ദേഹം കൂട്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം തുടർന്നു പോകുന്നത് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും നല്ലതായിരിക്കില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പുതിയ കരാറുകൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നത് ഇനിയും സമയമെടുത്തേക്കും.